ഇ-കൊമേഴ്സ് ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു ബൂമിംഗ് മാർക്കറ്റാണ്. ഈ ബൂമിംഗ് മാർക്കറ്റിൽ കുറേ പേർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങിയിട്ട് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ കുറേ ചിന്തകൾ നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായി തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡൽ പറഞ്ഞുതരാം. അതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ. ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ തന്നെ പല തരത്തിലുണ്ട്. പക്ഷേ ഞാൻ ഒരു 4 എണ്ണം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് വെച്ച് നിങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ്. ഈ മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ മീഷോ റീസെല്ലിംഗ് എന്നും പറയും. അപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മീഷോ. അതിലുള്ള പ്രൊഡക്ട്സ് ഇത്രത്തോളം മാർജിൻ, ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് മാർജിൻ ആഡ് ചെയ്തിട്ട് നമുക്ക് വേറെ കസ്റ്റമേഴ്സിന് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ മീഷോ റീസെല്ലിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ആണ്. പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആവുക എന്ന് വെച്ചാൽ നമ്മളെ സ്വന്തമായി ക്രിയേറ്റ് ചെയ്തൊരു സാധനം ബാക്കിയുള്ളവർ ഇട്ട് നടക്കുകയോ ബാക്കിയുള്ളവർ ഉപയോഗിക്കുകയോ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ബിസിനസ് മോഡൽ കുറച്ചും കൂടി നന്നാവുക. അതായത് ടീഷർട്ടിൽ നമ്മുടെ ഡിസൈൻ ആഡ് ചെയ്ത് വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ വല്ല കപ്പിലോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ കസ്റ്റമൈസബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡ് പറഞ്ഞാൽ എല്ലാവർക്കും ഫെമിലിയറായ മെത്തേഡാണ് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ്. അതിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ നാട്ടിൻപുറത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ്, കുറച്ച് കൗതുകമുള്ള പ്രൊഡക്ട്സ്, അങ്ങനത്തെ പ്രൊഡക്ട്സുകൾ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം മാനുഫാക്ചർ ചെയ്തിട്ട് ആ സാധനങ്ങൾ ഒരു സെല്ലർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം തന്നെ മാർക്കറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്ക് വഴിയോ ആഡ്സ് വഴിയോ മാർക്കറ്റ് ചെയ്ത് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് പറയുന്നത്. പിന്നുള്ള ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ്. കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആവാൻ ചാൻസ് കൂടുതലുള്ള ഒരു മാർക്കറ്റ് ഏരിയയാണ് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ്. പക്ഷേ അതോടൊപ്പം തന്നെ തുടങ്ങാനും ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ അതേ മോഡലാണെങ്കിൽ കൂടിയും കുറച്ചും കൂടി കോസ്റ്റ്ലിയർ ആണ്, ബിസിനസ് ഫോർമേഷൻ അങ്ങനത്തെ കുറേ പ്രത്യേകതകളുണ്ട്. പക്ഷേ എന്നാലും ഇതേ മോഡൽ, ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്ന അതേ മോഡൽ വെച്ച് ഇന്റർനാഷണലും നമുക്ക് ഇതേപോലെ മാർക്കറ്റ് ഇ-കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു 4 മോഡൽ ഏതെങ്കിലും ഒന്ന് തന്നെ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ബിസിനസ്സിനെ കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, അതിനെക്കുറിച്ച് അറിയണം, എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ മെസ്സേജ് ഇട്ടാൽ മതി.